ശരിക്കും ആ സ്പീച്ച് പ്ലാൻഡ് ആയിരുന്നു? പഠിച്ചിട്ടൊക്കെ എനിക്ക് പറയണമെന്നുണ്ടായിരുന്നോ? സ്പീച്ച് ഒരു 1.5 മിനിറ്റ് പ്ലാൻഡ് ആയിരുന്നു. ആദ്യത്തെ ഇത് ഇങ്ങനെ ജൂനിയർ ആർട്ടിസ്റ്റിന് ഞാൻ വന്നു, അപ്പം ഇന്ന ആൾക്ക് വിജയ് സാറിനും പ്രൊഡക്ഷനും ഒക്കെ നന്ദി, അപ്പം നിങ്ങളെല്ലാവരും പടം കാണണം, എനിക്ക് ക്ലാപ്പ് ചെയ്യണം, ഇത്രയും ഞാൻ മനസ്സിലിങ്ങനെ വച്ചിരുന്നു. എന്നിട്ട് പോകണം. ബാക്കി അവിടെ സംഭവിച്ചതാണ്. കാരണം ഇത്രയും ഒരു ക്രൗഡിൻ്റെ ഫ്രണ്ടിൽ ഞാൻ ആദ്യമായിട്ടാണ്. അപ്പം അന്ന് രാവിലെ ഞങ്ങളുടെ ഡയറക്ടർ സാർ എൻ്റെ അമ്മയെ വിളിച്ചിട്ട് സംസാരിച്ചു, എന്നെ പറ്റിയിട്ട് നല്ല കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ അമ്മ ഭയങ്കര സന്തോഷവും ഇമോഷണലായി, ഞാനും. അപ്പോൾ ഇതെല്ലാം എൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെയാണ് പെട്ടെന്ന് സ്റ്റേജിൽ വിളിച്ചപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റും ടെൻഷനും ഒക്കെ പുറത്ത് വന്നതാണ്. എനിക്ക് പിന്നെ അവിടെ വിട്ട് പോകാൻ തോന്നിയില്ല. ഞാൻ അവിടെ നിന്ന് എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതെ ചാൻസ് ചോദിക്കുന്നതൊന്നും എൻ്റെ പ്ലാനിലേ ഇല്ലായിരുന്നു. വിജയ് സാറിൻ്റെ അമ്മയെ കണ്ടപ്പം അമ്മ, ഞാൻ വീട്ടിലിങ്ങനെ ട്രെയിലറൊക്കെ പ്ലേ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഉള്ള അമ്മയുടെ റിയാക്ഷൻ എനിക്ക് പറയണമെന്ന് തോന്നി. ബാക്കിയെല്ലാം ഒരു ബ്ലെസ്സിങ് പോലെയാണ് ആ ഒരു മൊമെൻറ്റ്. എനിക്കത് അവിടെ ഇങ്ങനെ ഇത്രയും പറയാനോ ഇത്ര നിൽക്കാനുള്ള ധൈര്യവും അതെല്ലാം ഒരു ബ്ലെസ്സിങ് പോലെയാണ്. അതെ, സത്യം എല്ലാം ഉള്ളിലുണ്ടായിരുന്നത് ഞാൻ ഇത്രയും ആൾക്കാരെ കണ്ടപ്പോ ഞാൻ പറഞ്ഞു. അത് ഇത്രയും ആൾക്കാർ അക്സെപ്റ്റ് ചെയ്തു. അതാണ് നോർമലി ചില സ്ഥലത്തൊക്കെ വേണേൽ നെഗറ്റീവ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. പക്ഷെ എനിക്കും പേടിയുണ്ടായിരുന്നു, അയ്യോ ഇവ എന്ത് ഓവറാണ്, ഇവ എന്താണിത്. പക്ഷെ ഞാൻ എൻ്റെ സത്യമായിട്ട് ഞാൻ അത്രയും ജെന്യുവൻ ആയിട്ടാണ് ഞാൻ ഇതിനെ അപ്രോച്ച് ചെയ്യുന്നത്. അപ്പം അങ്ങനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം.